വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ആരോഗ്യമന്ത്രി അടക്കം ബത്തേരിയിലെത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കെ മുരളീധരൻ അവിടെ ബത്തേരിയിലെത്തും. സമാന ലക്ഷണങ്ങളുള്ള നിരവധി വിദ്യാർത്ഥികൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സർക്കാർ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. സ്കൂളിലുണ്ടായ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്ഥലത്ത് വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയും അവിടെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും അവിടെ തുടർ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ 2 ദിവസമായി നേരിട്ടും അല്ലാതെയും ഒക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ആരോഗ്യമന്ത്രിയും ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയി ഇടപെട്ടു. സ്ഥലം MLA അവിടെ ക്യാമ്പ് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ. ഇന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം, 2 കുട്ടികളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതൊരു അലാമിംഗ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ മുഴുവൻ സ്വീകരിക്കാനുള്ള മാർഗനിർദ്ദേശം ഓൾറെഡി നൽകിക്കഴിഞ്ഞു. ഞാൻ ആരോഗ്യമന്ത്രിയുമായി ഇപ്പോൾ സംസാരിച്ചിരുന്നു. ആരോഗ്യമന്ത്രി നാളെ ഉച്ചയ്ക്ക് ശേഷം നേരിട്ട് സ്ഥലത്തെത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നാളെ കാലത്ത് 8:30 മണിക്ക് ബത്തേരിയിൽ ഇതിന്റെ ജില്ലാതലത്തിലുള്ള ഉന്നതതല യോഗം ഈ കാര്യത്തിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. 4ഓളം കുട്ടികൾക്ക് അവരുടെ സ്റ്റൂളിൽ രക്തം കണ്ടതായിരിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയതായിരിക്കുന്ന പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ട്. വളരെ ഗൌരവത്തോടു കൂടി ഇത് അഡ്രസ് ചെയ്യാനുള്ള സംവിധാനം മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. ഷിഗല്ല വൈറസ് ആയതുകൊണ്ട് ഈ കുട്ടികൾ പെരുമാറിയിട്ടുള്ള എല്ലാ ഇടങ്ങളും അതിന്റെ ഭാഗമായി പരിശോധിക്കാനും നല്ല രീതിയിൽ അവിടെ ആരോഗ്യപരമായിട്ടുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനുമുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ജയരാജ് വിവരങ്ങളുമായി ചേരും. ജയരാജ്, ഷിഗല്ല ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്, സംശയമില്ല. ആരോഗ്യവകുപ്പ് ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും വയനാട്ടിലെത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഈ ചികിത്സയിലുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അത്തരം കാര്യങ്ങൾ സ്ഥിരീകരണമുണ്ടോ? വയനാട് സുൽത്താൻ ബത്തേരി കോളിയാടി മാർവശന്റെ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സ്കൂളിലെ കുട്ടികൾക്കും അതുപോലെ ഒരു അധ്യാപികയ്ക്കും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. നിലവിൽ സമാന ലക്ഷണങ്ങളുള്ള നിരവധി വിദ്യാർത്ഥികൾ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കഠിനമായ വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും കാരണം ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും അതിവേഗം നഷ്ടപ്പെടുന്ന അവസ്ഥ ഗുരുതരമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവർ, മറ്റ് രോഗമുള്ളവർ എന്നിവർക്കാണ് ഷിഗല്ല ബാധിച്ചാൽ കൂടുതൽ അപകട സാധ്യതയുള്ളത്. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കുട്ടികളുടെ വീടുകളിൽ ആരോഗ്യവകുപ്പ് നേരിട്ടെത്തി അന്വേഷണം നടത്തും. ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യും. കൂടാതെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ശക്തമായ മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. മുൻകരുതലുകളിൽ നടപടികൾ എടുക്കാൻ DMOയ്ക്ക് ഇതിനോടൊപ്പം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പഴകിയ ഭക്ഷണം അതുപോലെ തന്നെ മലിനജലം ഇതിലൂടെ തന്നെയാണ് ഈ രോഗം പടരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തട്ടുകടകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്താൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൃത്തിയില്ലാത്ത തട്ടുകടകൾക്കെതിരെ കർശന നടപടിയായിരിക്കും ഇനി സ്വീകരിക്കുക എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 9 മണിയോടെ തന്നെ ബത്തേരിയിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം കൃഷിമന്ത്രി ടി സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. കൂടാതെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് വൈകിട്ടോടെ ജില്ലയിലെത്തുമെന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ദിവസേനയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും തുടർ നടപടികളും ഈ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷം കൂടുതൽ ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഷിഗല്ല രോഗം വയനാട്ടിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലം, അത് കുട്ടികൾക്കാണ്. കൂടുതൽ കുട്ടികൾ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യവകുപ്പ് ഇന്ന് യോഗം ചേരും. പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം തീരുമാനമെടുക്കും.